സാർ CSR വരുന്നുണ്ട്. എന്താടാ പോലീസ് ഇൻഫോമറായെന്ന് വെച്ച് നീ വലിയ പോലീസുകാരനായെന്നാണോ? എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല സാർ. നിങ്ങൾ വിചാരിച്ച ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് തന്നെ തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക സാർ. ഒരു വലിയ റാക്കറ്റും പിടിക്കാനുള്ളതുണ്ടല്ലോ സാർ. ചെറിയ ചെറിയ മോഷണം തുടങ്ങി കിഡ്നാപ്പ് ഒരു എത്തിയില്ലടാ. ഞാൻ കിഡ്നാപ്പ് ചെയ്ത വിഷയം വിട്ടേക്ക് സാർ. അതൊരു വലിയ കഥയാണ്. ഞാൻ ഓൾമോസ്റ്റ് അവരുടെ അടുത്ത് എത്തി സാർ. എനിക്കൊരൊറ്റ സമയം മതി സാർ. ഒരേ ഒരാഴ്ച നിനക്ക് സമയം തരാം. താങ്ക് യു സാർ. ഡാടാ ഇരിക്കേ, എന്റെ കണ്ണ് വന്നിട്ട് പോ. അതിപ്പോൾ തരാൻ പറ്റില്ല സാർ. ആ തോക്കുകൊണ്ട് കുറേ പരിപാടിയുണ്ട്. എന്താ ഇതൊക്കെ തരാൻ പറ്റില്ലെന്നോ? എടാ എന്റെ ഗണ്ണ് തരാൻ പറടാ. അതവൻ്റെ ഇരിക്കട്ടെ, ഒരേ ഒരാഴ്ചയല്ലേ, ഇത്ര നാളും ക്ഷമിച്ചതല്ലേ, അവനെനിക്ക് വിശ്വാസമാണ്. താങ്ക് യു സാർ. എന്താ സാറേ, ഗണ്ണ് വല്ലതും കാണാണ്ട് പോയോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഗണ്ണ് പോവാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? നീ ഫ്രണ്ടായിട്ട് ചോദിക്കുകയാണോ അതോ ജേർണലിസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണോ? നമ്മളെപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാ സാറേ, പക്ഷെ നമ്മുടെ തൊഴിലല്ലേ പ്രശ്നം. നിങ്ങളുടെ സസ്പെൻഷന് വേണ്ടി എല്ലാവരും മുറവിളി കിട്ടുമെന്നാ തോന്നുന്നേ. നിക്കും ഒരു തവണ കേസ് മൊത്തം എൻ്റെ കയ്യിൽ വരട്ടെ, അപ്പം ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ശരിയാക്കും. എല്ലാവർക്കും എതിരെയുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടാ. ഞാൻ കാണിച്ചു തരാടാ നിനക്കൊക്കെ ഞാൻ ആരാടാന്ന്. നിങ്ങളൊക്കെ ആരാടാ? എന്നെ എന്തിനാടാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? എന്നെ എന്ത് ചെയ്യാനാടാ നിങ്ങളുടെ ഉദ്ദേശം? കഴിക്ക്, എന്നല്ല ശക്തി കിട്ടും. ഡാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലടാ. ഞാൻ ആരെന്ന് നിനക്കൊന്നും അറിയില്ലടാ. ഡാ, 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 നിന്നോടാ. ഡാ, എന്താടാ ചെയ്യാൻ പോകുന്നേ? ഇനി പറ, എന്താ നിന്റെ നെറ്റ്വർക്കിന്റെ പരിപാടി? ഇത് കണ്ടല്ലോ, നിന്റെ ബോഡിയിൽ ഏത് ഹോളിൽ ഏത് കയറാൻ പോകുന്നത് എനിക്കറിയില്ല. മര്യാദയ്ക്ക് പറയുന്നോ അതോ ഞാൻ കുത്തി കയറ്റിയിട്ട് നീ പറയുള്ളൂ? വേണ്ട, ഞാൻ പറയാം. ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമുണ്ടെങ്കിൽ എന്റെ ബോസ് തന്നെ വിളിച്ചോളൂ. അപ്പൊ ഞാൻ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏതെങ്കിലും പെണ്ണിനെ സെലക്ട് ചെയ്തിട്ട് അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നോട് അറിയാൻ പറയും. പിന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് ബ്രോക്കറിനെ ഏൽപ്പിക്കാൻ പറയും. അതിനുശേഷം എന്താ നടക്കുന്നത് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഇതിനു മേലെ എനിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ.
മതി. ഇവനെ കൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളത്. വിട്ടേക്ക്. కూర్చో. ലൈഫിലെ ഫസ്റ്റ് ടൈം സ്വന്തം ഇഷ്ടത്തിന്. നീ എന്നെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു പെൺകുട്ടിയെ സഹായിച്ചു എന്നുള്ളതല്ലാതെ ഇതാഗ്രഹിച്ചിട്ടല്ല. ആഗ്രഹങ്ങളില്ലെന്ന് പറഞ്ഞ നീ ഒരു മനുഷ്യനാവില്ല. നന്ദിയും കടമൊക്കെ തീർത്തില്ലെങ്കിൽ ഞാനും ഒരു മനുഷ്യനാവില്ല. ഞാൻ ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ദാ നോക്കടാ, കൊല്ലടാ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രേ ഉള്ളൂ. ഇവന് വെറുതെ വിടാൻ പറ്റില്ല. കൊന്നേക്കടാ, കൊന്നേക്ക്. നിനക്ക് അവനുമായിട്ട് എന്താ ബന്ധം? വിചാരിക്കുന്നല്ല, ഇത് വേറെ മാറ്ററാ. കൊന്നേക്കടാ. ഇവിടെ വാ, ഇവിടെ വന്നിരിക്കും. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാലേ, അന്ന് ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായില്ല. അതിനുശേഷം ഞാൻ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്തിനാ എന്റെ ഫോൺ എടുക്കുന്നേ? എന്റെ ഫോൺ തന്നിട്ട് എന്താടാ രാവിലെ മുതൽ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? നീ എന്നെ ചതിക്കാൻ നോക്കി എന്തിനാന്നല്ലേ? പണത്തിന് വേണ്ടിയാടാ. എടാ, നീ ചോദിച്ചാൽ എന്ത് വേണേലും നിനക്ക് തരുമായിരുന്നില്ലടാ. പിന്നെന്തിനാ എടാ, കുഞ്ഞുനാള് മുതലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചല്ലടാ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോ എടാ, നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടാ. നീ വാ. വരാൻ പറ്റില്ല. നീ എന്നെ അടിച്ചില്ലേ? എന്റെ ഈഗോ ഹർട്ടായി പോയി. ഈ ബ്രോക്കറിന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞും പോയി. എന്താണ് നീ എന്തിനാ അവന്റെ അടുത്ത് പോയത്? നിനക്കെന്താ പ്രാന്താടാ? ഡാ, ഞാൻ ഈ ബ്രോക്കറിനെ അങ്ങനെ മുഴുവനായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല. നീ അവളെയും കൂട്ടി അവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ ഇവനെ ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് രക്ഷപ്പെട്ടോളാം. അന്ന് അവൻ ഫോൺ വിളിച്ചതിന് ശേഷം അവനെ പറ്റിച്ചു എന്നുള്ള തോന്നലിരുന്നുകൊണ്ട് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിന്നെ സഹായിക്കാൻ വേണ്ടി എന്നോട് ഹെൽപ്പ് ചോദിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഗ്യാങ്ങിൽ കയറിയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരുന്നു. നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ, നാടിന്റെ സ്വന്തം കള്ളൻ നീ. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞൊരു ചർച്ച കാണും. അവനെ ഒരുപാട് പിഴിഞ്ഞു നോക്കി, പക്ഷെ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ആ ബ്രോക്കറെ പിടിച്ചൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവന്റെ കൂടെയുള്ളവരുടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആരടാ അത്?
അതൊക്കെ ഉണ്ടടാ. ഇത്രയും കാലം ഇൻഫർമേഷൻ ആര് തരുമെന്നാ നീ വിചാരിച്ചേ? അവനാടാ ബ്രോക്കറിന്റെ ആള്. അവനെങ്ങനെയാടാ പിടിച്ചത്? നിന്റെ ബോസിന് എത്ര പേരുണ്ട് ഇൻഫോമേഴ്സ് ആയിട്ട്? ഓരോരുത്തർക്കും ഓരോ ഇൻഫോമർ, അവരുടെ താഴെയും വേറെ ചില ഇൻഫോമേഴ്സ്. ശരിക്കും പറഞ്ഞ ബോസിന്റെ കീഴിൽ എത്ര ഇൻഫോമേഴ്സ് ഉണ്ടെന്ന് ആർക്കും അറിയില്ല. നിന്റെ ബോസിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു കോള് വന്നു. എന്താ? നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണ് അദ്ദേഹത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവളെ പിടിച്ചു കൊടുത്താല് 40 ലക്ഷം തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ബ്രോക്കറെ അങ്ങോട്ട് മാറ്റിയിട്ട് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും 50-50. സത്യമാണോ? പക്ഷെ ഇതിലുള്ള ഒറ്റ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ എന്ത് പറഞ്ഞാലും നീ ഒരു അക്ഷരം ചോദിക്കാതെ ആ ജോലി നീ ചെയ്തിരിക്കണം. അവനെ വിശ്വസിക്കാവോ? അവനെ വിശ്വസിക്കടാ. അവൻ ഇതിനു മുമ്പ് ജോലി ചെയ്ത എല്ലാവരെയും പറ്റിച്ചു എന്നാ ഞാൻ കേട്ടെ. അതുകൊണ്ടാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. നീ എവിടെയെങ്കിലും പോയി വിളിച്ചേക്ക്. ഉം. ചേട്ടാ നമസ്കാരം. ഇരിക്ക്. അവനെ പിടിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ? അവൻ ഏത് ഗേൾഫ്രണ്ടിന്റെ കൂടെ കറങ്ങിയിട്ടിരിക്കുകയാണോ? അവരെന്തിനാ ഗേൾ ഫ്രണ്ട്സ്? അവനൊരു ഗേ ആണ് ചേട്ടാ. എന്ന് എന്ന് വെച്ചാ വെച്ചാൽ അവൻ താനാത്തില്ലാനാ, അതാ വിചാരിക്കുന്നത്. ചേട്ടാ അവൻ ഭയങ്കര കില്ലാടി ചേട്ടാ. അവനെ പിടിക്കുന്നത് കുറച്ച് പ്രയാസാ. അത് ശരി, ഇവനെങ്ങനെ പിടിക്കും? ചേട്ടാ അവനെ പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും പിടിക്കാൻ പറ്റില്ല. അവനൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ അഡ്രസ് എനിക്കറിയാം. ഓ അറിയോ? അറിയാം. ശരി, പുറപ്പെടും. ആ